ഫാത്തിമ ബീവിനെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിക്കും. അത്ര മോളെ കണ്ടാൽ ഒരു ഉപ്പ എഴുന്നേറ്റിക്കും. നമ്മളെ മോളെ സ്കൂളിൽ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ ആ കാലിന്റെ മേലെ വെച്ചേക്കുന്ന കാലൊന്ന് താഴെ വെച്ചാൽ മതി, വേറെ വേണ്ട. ഇത് ചോദിക്കൽ തന്നെ എവിടുന്നായിരുന്നു സ്കൂളിലോ ഒന്ന് പോയി ചോറയ്ക്കുന്നത് എന്താ രണ്ടാളെ കൊന്നിട്ടാരാ പിള്ളേർ വരുന്നത്? ചില അഭിമാന വർത്താനം ചിലർ പറയില്ല, ഞാനൊക്കെ വീട്ടിൽ കയറിയ ഉസ്താദെ പിള്ളേർ പിന്നെ അന്നങ്ങൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്ര വലിയോനായാലും വീട്ടിലെത്തിയാൽ കുട്ടിയുടെ സ്വഭാവമായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ചിലപ്പോൾ കഥാപ്രസംഗത്തിൽ വീരശൂര പരാക്രമി നൽകും. എന്ത് വീരശൂര പരാക്രമി? കഥാപ്രസംഗത്തിന്റെ കഥയൊന്നും പറയാണ്ടിരിക്കുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ മലർന്ന് കിടക്കുക. അപ്പൊ കുട്ടികളൊക്കെ വന്നിട്ട് വയറിന്റെ മേലെ ഇരുന്ന് കളിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്ന ഉടനെ കാണുന്ന കാഴ്ച ഖലീഫയുടെ വയറിന്റെ മേലെ ഇരുന്നിട്ട് പിള്ളേർ കളിക്കുന്നുണ്ട്. പിള്ളേരോട് പറഞ്ഞു, ഇത് ഖലീഫല്ലേ, ഒരു ഗൗരവം വേണ്ടേ, മാറണോ? ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നപ്പോൾ ഉദ്യോഗസ്ഥൻ തന്റെ പിള്ളേരെ ഗൗരവപ്പെടുത്തി സംസാരിക്കുന്നേ കാണുന്നു. അയാൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വേണം ഒരു കാര്യം പറയാൻ, യു ആർ ഡിസ്മിസ്ഡ്, നിന്നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. പിള്ളേരോട് തന്നെ കരുണയില്ല, എന്നിട്ട് എനിക്ക് നാട്ടുകാരോട് കരുണ ഉണ്ടായി വിട്ടോളിയുന്നു. ഇതാ ഉമർ സോഫ്റ്റ് ആണ്.